എല്ലാവരും വരിയിൽ ആരും ഫ്രണ്ടിലേക്ക് വരണ്ടേ. എല്ലാം മതി. അവിടെ എല്ലാവരും വരിയിൽ ആരും ഫ്രണ്ടിലേക്ക് വരണ്ടേ. എല്ലാം മതി. എല്ലാവരും വരിയിൽ ആരും ഫ്രണ്ടിലേക്ക് വരണ്ടേ. എല്ലാം മതി. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ പ്രമോദ് തുടങ്ങി ജനപ്രതിനിധി പ്രദേശം അധികമൊന്നും വികസനമില്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. അടിസ്ഥാന കാര്യങ്ങളിൽ വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. റോഡുകളും പേരിലോ അല്ലെങ്കിൽ അതിന്റെ ആധാരം കൈമാറി എന്നതിന്റെ പേരിലോ ഒന്നും മാത്രമല്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ജനത ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഇടത്തിന്റെ കാരണമായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഇവിടെ ജാതിയുടെ തടസ്സങ്ങളില്ല, മതത്തിന്റെ വ്യത്യാസങ്ങളില്ല, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ല. ആബാലവൃദ്ധൻ ജനങ്ങളും പ്രായത്തിന്റെയും ലിംഗവ്യത്യാസത്തിന്റെയും എല്ലാത്തിന്റെയും അപ്പുറത്തേക്ക് നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ തീരുമാനിച്ച ഈ ജനതയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇതിപ്പം ഇങ്ങനെ ഒരു സ്ഥലവും അത് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങൾ ആരും പങ്കെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥലത്തിന്റെ കൈമാറ്റം തടസ്സപ്പെടുന്നില്ല. ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞതിന്റെ പേരിൽ ആ സ്ഥലം നമ്മുടെ ആവശ്യത്തിന് കിട്ടാതെ പോകുന്നില്ല. പക്ഷെ ഇതൊരു നല്ല കാര്യമാണ്, അതിന്റെ ഭാഗമാവാൻ ഞങ്ങളുണ്ട് എന്നൊരു ജനത തീരുമാനിക്കുന്നിടത്താണ് ഇപ്പോൾ കുഞ്ഞബ്ദുൽ ഹാജി എടുത്തതുപോലെ തീരുമാനങ്ങൾ കൂടുതൽ അർത്ഥവത്താവുന്നത്. നമ്മുടെ കോടതികൾ കെട്ടിക്കിടക്കുന്ന കേസ് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്കിന്ന് വ്യക്തമാണ്. ഇന്നിപ്പോ കുഞ്ഞബ്ദുൽ ഹാജി ഈ തന്റെ വിലപ്പെട്ട ആധാരം പ്രിയപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ വേദിയിൽ വെച്ച് കൈമാറി. റഷീദ് അലി തങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട്
അപ്പൊ ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് നാടിന്റെ മെമ്പർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ കോടതി വ്യവഹാരങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു മീറ്ററിന്റെ പേരിൽ, ഒരു സെന്റിന്റെ പേരിൽ, ഒരു മരത്തിന്റെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ, ഒരു മതിലിന്റെ പേരിൽ, ഒരു വേലിയുടെ പേരിലൊക്കെ എത്രയോ നിയമ പോരാട്ടങ്ങൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് നിയമ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു നാട്ടിൽ തന്നെയാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച 4 പതിറ്റാണ്ട് കാലം വിദേശത്ത്, നിങ്ങൾക്കറിയാം, വിദേശത്ത് നിന്ന് വരുന്ന ആളുടെ സൗകര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. വരുന്ന ആൾ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സൗകര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് നോക്കി കാണുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നമുക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ, നാട്ടിലെ പൗരന്മാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നാടിനും സമൂഹത്തിനും ഗുണമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ചുരുക്കുന്നു ചെയ്യുന്നു. പഞ്ചായത്ത് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണ പരിപാടി സബ് സെന്ററുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ വിശദമായി പറഞ്ഞതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ വീണ്ടും പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് സബ് സെന്ററിൻ്റെ സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സബ് സെന്ററിൻ്റെ സ്ഥലം കണ്ണായ ഭൂമിയാണ്. വലിയ വില വരുന്ന ഈ ഭൂമി തന്നിട്ടുള്ള തല്ലർക്കുഞ്ഞത്തുള്ള ഹാജിയെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവരാട്ട ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്ന് ഇടവരാട് ചേനായിക്കടവ് പാലമാണ്. ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, ഇതുപോലെ കണ്ണായ ഭൂമി ഇങ്ങോട്ട് വന്ന് എൻ്റെ സ്ഥലം എടുത്തോളൂ എന്ന് പറഞ്ഞ തളർകുഞ്ഞത്തുള്ള ഹാജിയാണ് ഈ വേദിയിലിരിക്കുന്നത്. എന്നാൽ പണത്തിന് ആദ്യം തരാമെന്ന് പറഞ്ഞ് പിന്നീട് തരില്ല എന്ന് പറഞ്ഞ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അത് ഈ തലർകുഞ്ഞത്തുള്ള ഹാജിയുടെ സ്ഥലമെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചേനായിക്കടവ് പാലം എപ്പോഴേ ഉണ്ടായിപ്പോവുമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഈ വേദിയിലിരുന്ന് ആലോചിച്ചിട്ടുള്ളത്. ഉണ്ടായിരുന്ന പണക്കാട് ചെയ്ത് തങ്ങളെ എം പി ഷഫി പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ എല്ലാവർക്കും ഈ വേദിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലത്തെ എൻ്റെ സൗകര്യവും എടുക്കുന്നതിന് വേണ്ടി വന്നാൽ അതിന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത് വലുതായി ഇത് താലൂക്ക് ആശുപത്രിയാണെങ്കിലും അതിനുള്ള സൗകര്യവും ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഒന്നുമായിട്ട് പറയുന്നില്ല. ശരി പറഞ്ഞ് നന്ദി.